എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ കോൺസെപ്റ്റുകളെക്കുറിച്ചാണ്. നമ്മൾ ബിസിനസ് സൈക്കിളിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടൊക്കെ മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ നമ്മൾ പഠിച്ചു അല്ലേ. ഹിഗ്സ് തിയറിയിൽ, അതുപോലെ കാൾഡറിൻ്റെ തിയറിയിൽ, പിന്നെ അതുപോലെ സാമുവൽസൺ തിയറിയിലൊക്കെ നമ്മൾ മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ പഠിച്ചു. അതിൻ്റെ ഇൻട്രാക്ഷനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയാണ്. കാര്യം നിങ്ങളുടെ സിലബസിൽ മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തിയറിയുടെ ഭാഗമായിട്ട് മാത്രം പഠിച്ചാൽ പോരാ, ഇത് നമ്മൾ പ്രത്യേകം തന്നെ പഠിക്കണം. അപ്പോൾ അത് തന്നെയാണ് അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ് മൾട്ടിപ്ലയർ? മലയാളത്തിൽ ഗുണകം എന്ന് പറയും മൾട്ടിപ്ലയർ. ഓക്കെ, നമുക്ക് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം നോക്കിയേ. അപ്പോൾ ദ കോൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്ലയർ, അപ്പോൾ ആദ്യം നമുക്ക് ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ഇതാരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്ലയർ വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ R.F. Khan. R.F. Khan. The concept of multiplier was first developed by R.F. Khan in 1931. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്കോണമിസ്റ്റിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്, R.F. Khan. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെഴുതാൻ ഉള്ള ടെൻഡൻസി ഉണ്ട്? കെയ്ൻസ് അല്ലേ. കെയ്ൻസിൻ്റെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഒക്കെ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കെയ്ൻസിൻ്റെ പേര് കറുപ്പിക്കും. പക്ഷേ അല്ല, മൾട്ടിപ്ലയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ഏത് ഇക്കോണമിസ്റ്റാണ്? R.F. Khan ആണ്, ഇൻ 1931. ക്ലിയർ ആണല്ലോ. ഇനി അദ്ദേഹം ഈ മൾട്ടിപ്ലയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. എന്താണ് ആർട്ടിക്കിളിൻ്റെ പേര് നോക്കി? The relation of home investment to unemployment. The relation of home investment to unemployment. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ. അപ്പോൾ ഈ ആർട്ടിക്കിൾ ആരുടേതാണ്? ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത ആരാണ്? R.F. Khan. ആർട്ടിക്കിളിൻ്റെ പേരെന്താണ്ടേ? The relation of home investment to unemployment. അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ എങ്കിലും നമ്മൾ പഠിച്ചു വെച്ചേക്കുക, മനസ്സിലാക്കി വെച്ചേക്കുക. The relations of home investment to unemployment. ഓക്കെ, ഇത് ആരുടെ ആർട്ടിക്കിളാണ്? R.F. Khan. ഇതിലാണ്, ഈ ആർട്ടിക്കിളിലൂടെയാണ് അദ്ദേഹം എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചത്? മൾട്ടിപ്ലയറിനെ കുറിച്ച് പ്രതിപാദിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി ഖാൻസ് മൾട്ടിപ്ലയർ വാസ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഖാൻസ് മൾട്ടിപ്ലയർ വാസ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. ഖാൻ മൾട്ടിപ്ലയർ അല്ലേ, ഖാൻസിന്റെ R.F. Khanന്റെ മൾട്ടിപ്ലയർ അറിയപ്പെടുന്നത് എന്താണ്? എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചോദിക്കും, എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ വാസ് ഡെവലപ്ഡ് ബൈ ആരാണ്? R.F. Khan. R.F. Khan ആണ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ഡെവലപ്പ് ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ വേറെ മൾട്ടിപ്ലയർ, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഒക്കെ ഇനി പഠിക്കും. അപ്പോൾ മാറിപ്പോകരുത്. ആദ്യമായിട്ട് മൾട്ടിപ്ലയർ ഡെവലപ്പ് ചെയ്തത് ആരാണ്? R.F. Khan ആണ്. അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്ലയർ എന്തെന്നറിയപ്പെടുന്നു? എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് നോക്കാം. R.F. Khanന്റെ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. ഓക്കെ, ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ total increase in employment and primary employment. It is the ratio between total increase in employment and primary employment. അപ്പോൾ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? ടോട്ടൽ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ്, നമ്മുടെ രാജ്യത്തെ മൊത്തം എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന, ടോട്ടൽ എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന വർധനവ്, ആൻഡ് പ്രൈമറി എംപ്ലോയ്മെന്റ്. പ്രൈമറി എംപ്ലോയ്മെൻറ്റും ടോട്ടൽ എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? മൾട്ടിപ്ലയർ എന്നാണ് ആര് പ്രതിപാദിക്കുന്നത്? R.F. Khan എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയറിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു R.F. Khan, എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. നമുക്ക് അദ്ദേഹം ഇങ്ങനെയാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. K dash മീൻസ് മൾട്ടിപ്ലയർ. K ഉദ്ദേശിക്കുന്ന മൾട്ടിപ്ലയർ ആണ്. എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ നമ്മൾ K dash എന്ന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. K dash ഈസ് ഈക്വൽ ടു ഡെൽറ്റ n ഡിവൈഡഡ് ബൈ ഡെൽറ്റ n1. K dash ഈസ് ഈക്വൽ ടു ഡെൽറ്റ n ഡിവൈഡഡ് ബൈ ഡെൽറ്റ n1. ഡെൽറ്റ n ഡിവൈഡഡ് ബൈ ഡെൽറ്റ n1. K dash എന്തുവാ? എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. R.F. Khanന്റെ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ആണ് K dash. ഡെൽറ്റ n എന്താണെന്ന് നോക്കി? ഇൻക്രീസ് ഇൻ ടോട്ടൽ എംപ്ലോയ്മെന്റ്. ഇൻക്രീസ് ഇൻ ടോട്ടൽ എംപ്ലോയ്മെന്റ്, ടോട്ടൽ എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന വർധന, നമ്മുടെ രാജ്യത്തെ ആ മൊത്തം എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന വർധന. ഡെൽറ്റ n1 എന്താണ്ടേ? ഇൻക്രീസ് ഇൻ പ്രൈമറി എംപ്ലോയ്മെന്റ്, പ്രൈമറി എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന വർധന, പ്രൈമറി എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന വർധന. ഇനി നോക്ക്,
അപ്പോൾ ഇക്വേഷൻ മറക്കരുത്. K dash is equal to delta n divided by delta n1. It is the equation of employment multiplier. അല്ലേ? എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ ആണ്, മറക്കരുത്. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്ക്, ഇൻ അതർ വേർഡ്സ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ഈസ് എ കോഎഫിഷ്യന്റ്. എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ഈസ് എ കോഎഫിഷ്യന്റ് റിലേറ്റിംഗ് ടു, എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇൻക്രിമെന്റ്, റിലേറ്റിംഗ് ടു ആൻ ഇൻക്രിമെന്റ് ഓഫ് പ്രൈമറി എംപ്ലോയ്മെന്റ്. എന്തിലുള്ള ഇൻക്രിമെന്റ് ആണ് ഇവിടെ പറയുന്നത്? പ്രൈമറി എംപ്ലോയ്മെന്റിലുള്ള ഇൻക്രിമെന്റ്. പ്രൈമറി എംപ്ലോയ്മെന്റ് വർദ്ധിക്കുന്നു. എന്തിന്റെ ഫലമായിട്ട്? ഓൺ പബ്ലിക് വർക്ക്സ്. ഓൺ പബ്ലിക് വർക്ക്സ്, അതായത് പബ്ലിക് വർക്ക്സ് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫലമായിട്ട്. ഗവൺമെന്റ് റോഡുകൾ നിർമ്മിക്കുന്നു, സ്കൂളുകൾ നിർമ്മിക്കുന്നു, ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ്, പബ്ലിക് വർക്ക്. അപ്പോൾ ഇങ്ങനെ പബ്ലിക് വർക്ക് ഗവൺമെന്റ് നടത്തുന്നതിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് എംപ്ലോയ്മെന്റ് ഉണ്ടാവുമല്ലോ, തൊഴിലവസരങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിനെയാണ് RF ഖാൻ വിളിച്ച പ്രൈമറി എംപ്ലോയ്മെന്റ്. ഇപ്പോൾ ആ കൺഫ്യൂഷൻ മാറിക്കാണുമല്ലോ, പ്രൈമറി എംപ്ലോയ്മെന്റ് എന്താണെന്നുള്ളത്. ഇതാണ് പ്രൈമറി എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും? കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് എന്ത്? തൊഴിലവസരങ്ങൾ കൂടും. ആ കിട്ടുന്ന തൊഴിലവസരങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രൈമറി എംപ്ലോയ്മെന്റ്. പ്രൈമറി എംപ്ലോയ്മെന്റ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ പബ്ലിക് വർക്ക്സിന്റെ ഫലമായിട്ട് എന്തിൽ ഇൻക്രിമെന്റ് ഉണ്ടാകുന്നു? പ്രൈമറി എംപ്ലോയ്മെന്റിൽ വർദ്ധിക്കും. അങ്ങനെ പബ്ലിക് വർക്ക്സ് ഉണ്ടായതിന്റെ ഫലമായി പ്രൈമറി എംപ്ലോയ്മെന്റ് വർദ്ധിക്കുമ്പോൾ ഇറ്റ് റിസൾട്ട്സ്, അല്ലെ, റിസൾട്ടിങ് ഇൻക്രിമെന്റ് ഓഫ് ടോട്ടൽ എംപ്ലോയ്മെന്റ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ടോട്ടൽ എംപ്ലോയ്മെന്റ് വർദ്ധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ടോട്ടൽ എംപ്ലോയ്മെന്റ് വർദ്ധിക്കും. മനസ്സിലായില്ലേ? ടോട്ടൽ എംപ്ലോയ്മെന്റ് വർദ്ധിക്കുമെന്ന് RF ഖാൻ പറയും. അതായത് ഈ ടോട്ടൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് പറയുന്നത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി കമ്പൈൻഡ്. അതായത് പ്രൈമറി എംപ്ലോയ്മെന്റും സെക്കൻഡറി എംപ്ലോയ്മെന്റും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് എന്ത്? ടോട്ടൽ എംപ്ലോയ്മെന്റിൽ ഇൻക്രിമെന്റ് ഉണ്ടാകുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പബ്ലിക് വർക്ക്സ് ഉണ്ടാകുന്നു, പ്രൈമറി എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു, പ്രൈമറി എംപ്ലോയ്മെന്റിന്റെ ഫലമായിട്ട് ടോട്ടൽ എംപ്ലോയ്മെന്റ് വർദ്ധിക്കുന്നു. ഇതാണ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. ഈ ടോട്ടൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ കമ്പൈൻഡ് ഫോം ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി എംപ്ലോയ്മെന്റ്. എന്ന് പറഞ്ഞാൽ സെക്കൻഡറി എംപ്ലോയ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഒരു 20,000 പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടി, അല്ലെ? 20,000 പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടിയെന്ന് കരുതുക. ഇത് എന്ത് എംപ്ലോയ്മെൻറ്റ് എന്നാണ് പറയുന്നത്? പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് നിലനിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പബ്ലിക് വർക്ക്സ് ഒക്കെ നടത്തി. അങ്ങനെ ഒരു 20,000 പേർക്ക്, നമ്മുടെ രാജ്യത്ത് 20,000 പേർക്ക് തൊഴിൽ കിട്ടി. അതിനെ പ്രൈമറി എംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. അങ്ങനെ ഈ പ്രൈമറി എംപ്ലോയ്മെൻറ്റിൻ്റെ ഫലമായിട്ട്, ഇതിനെ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്, അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ആൾക്ക് തൊഴിൽ കിട്ടി, വരുമാനം കൂടി, അല്ലേ? വരുമാനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൺസംഷൻ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ കൺസംഷൻ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ അവിടെ വീണ്ടും എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും. ഡിമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിമാൻഡ്, കൺസംഷൻ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണോ കുറയുകയാണോ? വീണ്ടും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ്. അപ്പോൾ RF ഖാൻ പറയുന്നത്, ഇങ്ങനെ പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? വീണ്ടും കൺസംഷൻ കൂടുകയും ഇൻകം കൂടുകയും കൺസംഷൻ കൂടുകയും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ചെയ്യും. വീണ്ടും എന്ത്? തൊഴിലവസരങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഇതിനേക്കാൾ കൂടുതൽ, പ്രൈമറി എംപ്ലോയ്മെൻറ്റിനേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ പിന്നീട് ഉണ്ടാകും. അപ്പോൾ ഉദാഹരണമായിട്ട് പിന്നീട് എന്താണ്? 40,000 തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയതിൻ്റെ ഫലമായിട്ട് വീണ്ടും 40,000 തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അതിനെയാണ് അദ്ദേഹം സെക്കൻഡറി എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്തെന്നാണ് വിളിക്കുന്നത്? അപ്പോൾ പ്രൈമറി എംപ്ലോയ്മെന്റിന്റെ ഫലമായിട്ട് വീണ്ടും സെക്കൻഡറി എംപ്ലോയ്മെന്റ് കൂടുന്നു. അതിനെ അദ്ദേഹം സെക്കൻഡറി എംപ്ലോയ്മെന്റ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ പ്രൈമറി എംപ്ലോയ്മെന്റ് ആയി, സെക്കൻഡറി എംപ്ലോയ്മെന്റ് ആയി. അപ്പോൾ ടോട്ടൽ എംപ്ലോയ്മെന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എംപ്ലോയ്മെന്റ് ഈസ് ഈക്വൽ ടു പ്രൈമറി എംപ്ലോയ്മെന്റ് പ്ലസ് സെക്കൻഡറി എംപ്ലോയ്മെന്റ്, അല്ലേ? പ്രൈമറി എംപ്ലോയ്മെന്റും സെക്കൻഡറി എംപ്ലോയ്മെന്റും കൂടെ ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എംപ്ലോയ്മെന്റ് കിട്ടും. ഇതാണ്. അപ്പോൾ ഇതിന്റെ തുടക്കം എവിടെയാണ്? പ്രൈമറി എംപ്ലോയ്മെന്റിൽ നിന്നാണ്. അപ്പോൾ പ്രൈമറി എംപ്ലോയ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ടോട്ടൽ എംപ്ലോയ്മെന്റ് കൂടത്തുള്ളൂ. അതാണ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. മനസ്സിലായില്ലേ? ആ റേറ്റിനെയാണ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന്. പ്രൈമറി എംപ്ലോയ്മെന്റ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ എംപ്ലോയ്മെന്റ് എത്ര ടൈംസ് കൂടി, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ മാറ്റം എന്ന് പ്രതിപാദിക്കുന്നതാണ് എന്ത്? എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. ടോട്ടൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? പ്രൈമറി എംപ്ലോയ്മെന്റിൻ്റെയും സെക്കൻഡറി എംപ്ലോയ്മെന്റിൻ്റെയും കോമ്പിനേഷൻ. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചു K dash is equal to delta n divided by delta n1. delta n divided by delta n1 എന്ന് പഠിച്ചു. എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ.
അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൻ എന്താണ്? ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെന്റ് കാണാൻ, ടോട്ടൽ എംപ്ലോയ്മെന്റിൽ ഓരോ വർഷവും ഉണ്ടായ മാറ്റം കാണാൻ, നമ്മുടെ എംപ്ലോയ്മെന്റ് കൂടിയോ കുറഞ്ഞോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു കെ ഡാഷ് ഇൻറ്റു ഡെൽറ്റ എൻ വൺ. അതായത് കെ ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഡെൽറ്റ എൻ വൺ പ്രൈമറി എംപ്ലോയ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പ്രൈമറി എംപ്ലോയ്മെന്റ് നമ്മൾ പഠിച്ചു, ആദ്യം 20,000 അല്ലേ? ആ 20,000 കൊണ്ട് മൾട്ടിപ്ലയറിനെ ഡിവൈഡ്. അപ്പോൾ മൾട്ടിപ്ലയർ കിട്ടുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൻ വൺ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഡെൽറ്റ എൻ എത്രയാണ് കിട്ടിയത്? നേരത്തെ ടോട്ടൽ എംപ്ലോയ്മെന്റ് എത്രയായിട്ടാണ് കൂടിയത്? 20,000 പ്ലസ് 40,000 60,000 അല്ലേ? 60,000. ഇപ്പോൾ നമുക്കിവിടെ നോക്കാം, 60,000 ബൈ ഡെൽറ്റ എൻ വൺ എന്താണ്? പ്രൈമറി എംപ്ലോയ്മെന്റ് എത്രയായിട്ടാണ് കൂടിയത്? നേരത്തെയുള്ള എക്സാമ്പിൾ പറഞ്ഞത് 20,000 അല്ലേ? 20,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3 എന്ന് കിട്ടും അല്ലേ? 3. ഇതാണ് എന്ത്? എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 20,000 എന്ത് ചെയ്യുന്നു? 20,000ന്റെ 3 ടൈംസ് ആണ് 60,000 എന്ന് പറയുന്നത്. വെച്ചാൽ ടോട്ടൽ 20,000 പ്രൈമറി എംപ്ലോയ്മെന്റ് ഉണ്ടായപ്പോൾ ടോട്ടൽ എംപ്ലോയ്മെന്റ് എത്രയായിട്ട് വർദ്ധിച്ചു? 60,000 ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എത്ര? 3 ടൈംസ് ആണ്. 3 ആണ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. മനസ്സിലായില്ലേ? ഇനി ഇവിടെ അവർ പറയുകയാണ്, ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെന്റ് കിട്ടണമെങ്കിൽ, ടോട്ടൽ എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മൾട്ടിപ്ലയറിനെ, ഇപ്പം നമുക്ക് 3 കിട്ടിയ മൾട്ടിപ്ലയർ ഉണ്ടല്ലോ, അതിനെ ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്രൈമറി എംപ്ലോയ്മെന്റ് എത്രയായിരുന്നു? 20,000. 20,000. അപ്പോൾ 3 × 20,000 എത്രയാണ്ടേ? 60,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ എംപ്ലോയ്മെന്റ് ഇതാ 60,000 കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെന്റ് കാണുന്നണമെങ്കിൽ കെ ഡാഷ് ഇൻറ്റു ഡെൽറ്റ എൻ വൺ, എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ഇൻറ്റു പ്രൈമറി എംപ്ലോയ്മെന്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എൻ ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഇൻ ടോട്ടൽ എംപ്ലോയ്മെന്റ് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻസ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വേറെ എങ്ങൊന്നും അല്ല, ഇതിനകത്ത് നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ ആണ് ഇത്, പുതിയതായിട്ട് കിട്ടിയ ഇക്വേഷൻ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. സംശയമൊന്നുമില്ലല്ലോ? RF ഖാന്റെ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. അടുത്ത നമ്മൾ പോകുന്നു ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ? നിക്ഷേപ ഗുണകം എന്നൊക്കെ പറയും. ഓക്കെ, കെയ്ൻസ് took the idea from Khan and formulated the investment multiplier. അപ്പോൾ ഈ കെയ്ൻസ്, അപ്പോൾ ആദ്യമായിട്ട് മൾട്ടിപ്ലയർ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? RF ഖാൻ ആണ്. അപ്പോൾ കെയ്ൻസ് പിന്നീട് എന്ത് ചെയ്തു? ഈ മൾട്ടിപ്ലയർ എന്ന ഐഡിയ എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് ടേക്ക് ഓവർ ചെയ്തത്? ഖാനിൽ നിന്നും, RF ഖാനിൽ നിന്നാണ് ഈ മൾട്ടിപ്ലയർ എന്ന കോൺസെപ്റ്റ് ആര് മനസ്സിലാക്കുന്നത്? കെയ്ൻസ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മൾട്ടിപ്ലയർ ഡെവലപ്പ് ചെയ്തു. ഇറ്റ് ഈസ് കാൾഡ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. അപ്പോൾ കെയ്ൻസിന്റെ മൾട്ടിപ്ലയറിന്റെ പേരെന്താണ്ട്? ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ആണ് കെയ്ൻസിന്റെ മൾട്ടിപ്ലയർ. ഓക്കെ, ഇനി കെയ്ൻസ് കൺസിഡേഴ്സ് ഹിസ് തിയറി ഓഫ് മൾട്ടിപ്ലയർ ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹിസ് തിയറി ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് കെയ്ൻസ് കൺസിഡേഴ്സ് ദ തിയറി ഓഫ് മൾട്ടിപ്ലയർ അല്ലേ, അദ്ദേഹം കണക്കാക്കുന്നു തിയറി ഓഫ് മൾട്ടിപ്ലയർ, അതായത് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹിസ് തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എംപ്ലോയ്മെന്റ് തിയറി ഉണ്ട്. ആ എംപ്ലോയ്മെന്റ് തിയറിയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ് ഏത്? തിയറി ഓഫ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് മൾട്ടിപ്ലയറിന്. എംപ്ലോയ്മെന്റ് തിയറിയിൽ, അദ്ദേഹത്തിന്റെ തന്നെ എംപ്ലോയ്മെന്റ് തിയറിയിൽ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഏത്? തിയറി ഓഫ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഇനി നോക്ക്, എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഈസ് കാൾഡ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, പല ബിസിനസ് സൈക്കിളിന്റെ തിയറിയുമായി ബന്ധപ്പെട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഈസ് കാൾഡ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറിൽ അദ്ദേഹം പറഞ്ഞ എംപ്ലോയ്മെന്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഇവിടെ അദ്ദേഹം കെയ്ൻസ് പറയുന്നത് എന്താണ്? ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഈസ് കാൾഡ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. അതായത് ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റവും ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് എന്ത്? ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. It essentially measures the number of times income increases due to a given increase in investment. എന്താണ് എൻ്റെ അർത്ഥം? It essentially measures the number of times income increases due to a given increase in investment. അതായത് നമ്മുടെ ഇക്കോണമിയിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു നിശ്ചിത വ്യത്യാസം അല്ലെങ്കിൽ നിശ്ചിത വർധന ഉണ്ടായാൽ എത്ര തവണയാണ് ഇൻകം വർദ്ധിച്ചത്, എത്ര ടൈംസ് ആണ് ഇൻകം വർദ്ധിച്ചത് എന്നതാണ് ഇതിലൂടെ പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിലൂടെ പറയുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒരു 5 രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തി
അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ എത്ര തവണ ആ 5 ലക്ഷം രൂപയുടെ ഫലമായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പല മൾട്ടിപ്പിൾസ് ആയിട്ട് ഇൻകം കൂടും. അപ്പോൾ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായാൽ 5 ലക്ഷം രൂപയുടെ ഇൻകം അല്ല വർദ്ധിക്കുന്നത്, പിന്നെയോ അതിൻ്റെ പല മൾട്ടിപ്പിൾസ് ആയിട്ട് എന്ത് വർദ്ധിക്കും? ഇൻകം വർദ്ധിക്കും. ആ നമ്പർ ഓഫ് ടൈംസിനെയാണ് കെയ്ൻസ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇറ്റ് എസെൻഷ്യലി മെഷേഴ്സ് ദ നമ്പർ ഓഫ് ടൈംസ്, അല്ലേ, എത്ര തവണയാണ് ഇൻകം ഇൻക്രീസ് ചെയ്തത്. എന്തിൻ്റെ ഫലമായിട്ടാണ് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത്? ഡ്യൂ ടു എ ഗിവൺ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു നിശ്ചിത വർധന ഉണ്ടായാൽ അതിൻ്റെ ഫലമായിട്ട് ഇൻകം എത്ര ടൈംസ് വർദ്ധിച്ചു? ഇറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടുത്തെ ആ ഇക്വേഷൻ നോക്ക്, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ നോക്ക്. K is equal to delta y by delta I. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് നമ്മുടെ ഈ K എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ. ഡെൽറ്റ വൈ അറിയാമല്ലോ എന്താണ്? ചേഞ്ച് ഇൻ ഇൻകം. ഡെൽറ്റ ഐ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. K ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ഓക്കെ അല്ലേ? അപ്പോൾ K is equal to ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻകം കാണാൻ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ഇൻ ഇൻകം ഡെൽറ്റ വൈ is equal to K into ഡെൽറ്റ ഐ. അപ്പോൾ എത്രയാണ് നമ്മുടെ ഇൻകം, ഓരോ വർഷവും ഉണ്ടായ ഇൻകത്തിലുണ്ടായ ചേഞ്ച് എന്നറിയണം. ഇൻകം എത്രയാണ് കൂടിയത് അല്ലെങ്കിൽ ഇൻകം എത്രയാണ് കുറഞ്ഞത് എന്നറിയണമെങ്കിൽ, ചേഞ്ച് ഇൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലയർ ഇൻറ്റു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, മൾട്ടിപ്ലയർ ഇൻറ്റു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. മൾട്ടിപ്ലയറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വാല്യൂ ഓഫ് മൾട്ടിപ്ലയറിനെ ഡെൽറ്റ ഐ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട്, എത്രയാണ് പുതുതായിട്ടുണ്ടായ ഇൻവെസ്റ്റ്മെന്റ്, അതുകൊണ്ട് വാല്യൂ ഓഫ് മൾട്ടിപ്ലയറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ ഇൻകം കിട്ടും. അപ്പോൾ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ ഐ. K ഇൻറ്റു ഡെൽറ്റ ഐ. ക്ലിയർ അല്ലേ? ഇതുപോലെ നമ്മൾ എന്തിലും കണ്ടു, ടോട്ടൽ എംപ്ലോയ്മെന്റ് കണ്ടില്ലേ? K ഡാഷ് ഇൻറ്റു ഡെൽറ്റ N1 പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇനി നോക്ക്, the value of multiplier is determined by the marginal propensity to consume. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. The value of multiplier, നമ്മളിപ്പോൾ പഠിച്ച ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിന്റെ വാല്യൂ, ദാറ്റ് മീൻസ് K, is determined by, അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണ്ട് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC ആണ്. അപ്പോൾ വാല്യൂ ഓഫ് മൾട്ടിപ്ലയറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന, അതായത് K ഡിറ്റർമിൻ, അപ്പോൾ K എന്താണെന്ന് പഠിച്ചു. ഇനി ആ K ഡിറ്റർമിൻ ചെയ്യുന്ന, K കൂടാനും കുറയാനും കാരണമാകുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇറ്റ് ഈസ് MPC. MPC മീൻസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഇതൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, MPC എന്താണെന്ന്, അല്ലേ? അത് മുൻ ക്ലാസ്സുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും MPC എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി the higher the marginal propensity to consume, the higher is the value of multiplier. അല്ലേ? the higher is the marginal propensity to consume. മാർജിനൽ propensity, അതായത് MPC കൂടുതലാണെങ്കിൽ higher is the value of multiplier. വാല്യൂ ഓഫ് മൾട്ടിപ്ലയറും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ എന്താണ്? ഹയർ ദ മാർജിനൽ propensity to consume. MPC കൂടുതലാണെങ്കിൽ, അതായത് MPC എന്ന് വെച്ചാൽ എന്താണ്? ഇൻകത്തിൽ നിന്നും നമ്മൾ കൺസംഷന് വേണ്ടി മാറ്റിവെക്കുന്ന ഇൻകത്തിന്റെ പാർട്സ്, അതായത് ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ കൺസംഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇൻകത്തിൽ നിന്നും എത്ര രൂപ ഇൻകം വർദ്ധിച്ചപ്പോൾ എത്രയാണ് നമ്മൾ കൺസംഷന് വേണ്ടി മാറ്റിവെച്ച ഇൻകം, അതാണ് MPC എന്ന് പറയുന്നത്. മാർജിനൽ propensity to consume, ഡെൽറ്റ C ബൈ ഡെൽറ്റ വൈ, അല്ലേ? ഡെൽറ്റ C ബൈ ഡെൽറ്റ വൈ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹയർ ദ മാർജിനൽ propensity to consume, അതായത് ഇൻകത്തിൽ നിന്ന് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസംഷന് വേണ്ടി പണം വിനിയോഗിച്ചു. അതാണ് MPC കൂടുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻകം കൂടിയപ്പോൾ അതിൽ കൂടുതൽ പോർഷൻ നമ്മൾ എന്തിനു വേണ്ടി മാറ്റിവെക്കുന്നു? കൺസംഷന് വേണ്ടി മാറ്റിവെക്കുന്നു. അതാണ് MPC കൂടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഹയർ ദ മാർജിനൽ propensity to consume, മാർജിനൽ propensity to consume ഹയർ ആണെങ്കിൽ ദ ഹയർ ഈസ് ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ, വാല്യൂ ഓഫ് മൾട്ടിപ്ലയറും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആൻഡ് വൈസ് വേഴ്സ. എന്നാൽ MPC കുറവാണെങ്കിൽ വാല്യൂ ഓഫ് മൾട്ടിപ്ലയറും കുറവായിരിക്കും. മൾട്ടിപ്ലയർ കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ആ ഇൻകം കൂടുന്നു, മൾട്ടിപ്ലൈ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ഇൻകം കൂടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായില്ല? അപ്പോൾ ഓർക്കുക, MPCയും അതുപോലെ വാല്യൂ ഓഫ് മൾട്ടിപ്ലയറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. എന്ത് റിലേഷൻഷിപ്പാണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, അല്ലേ? MPC കൂടുമ്പോൾ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ കൂടുന്നു, MPC കുറയുമ്പോൾ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ കുറയുന്നു, അല്ലേ? നോക്ക്, അപ്പോൾ അത് നമുക്ക് ഒരു ഇക്വേഷനായിട്ട് എഴുതാം. K is equal to 1 by 1 minus C. വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും? K കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലയർ കണക്കാക്കാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ, അത് റേഷ്യോ ആണ് നമ്മളവിടെ പറഞ്ഞത്. അതുപോലെ MPC വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്? മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് K is equal to 1 by 1 minus C. C എന്താണ്?
എം പി സി ആണ്. സി എന്താണ്ട് എം പി സി നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. കെ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് എം പി സി. ദ മൾട്ടിപ്ലയർ ക്യാൻ ആൾസോ ബി ഡിറൈവ്ഡ് ഫ്രം ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. അപ്പോൾ എം പി സിയിൽ നിന്ന് മാത്രമല്ല എം പി എസിൽ നിന്ന് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം 1 മൈനസ് എം പി സി ആണെന്ത്? 1 മൈനസ് എം പി സി ഇസ് ഈക്വൽ ടു എം പി എസ് ആണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എം പി എസിൽ നിന്നും എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം 1 മൈനസ് സി എന്ന് പറയുന്നത് 1/എം പി എസ് ആണ്. പക്ഷേ എന്താണ്? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് എം പി എസ്. അപ്പോൾ അവിടെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് എം പി എസ്. അതെന്ന് പറയുന്നത് എന്താണ്? എം പി എസിന്റെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറയുന്ന മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ എന്ത് ബന്ധം വരും? വിപരീത ബന്ധമാണ് ഉണ്ടാകുന്നത്. കാരണം എം പി സിയും മൾട്ടിപ്ലയറും തമ്മിൽ എന്ത് ബന്ധമാണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. വെൻ എം പി സി ഇൻക്രീസസ് മൾട്ടിപ്ലയർ ആൾസോ ഇൻക്രീസസ്. വെൻ എം പി സി ഡിക്രീസസ് മൾട്ടിപ്ലയർ ആൾസോ ഡിക്രീസസ് അല്ലേ. എന്നാൽ എം പി എസ് എടുക്കുമ്പോൾ എന്താണ്? 1 മൈനസ് എം പി സി ആണ് എം പി എസ് എന്ന് പറയുന്നത്. ഈ എം പി എസും മൾട്ടിപ്ലയറും തമ്മിൽ ബന്ധമുണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് ദ മൾട്ടിപ്ലയർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് എം പി എസ്. എം പി എസിന്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് മൾട്ടിപ്ലയർ കിട്ടും. ദാ കെ ഇസ് ഈക്വൽ ടു 1/എം പി എസ്. കെ ഇസ് ഈക്വൽ ടു 1/എം പി എസ്. കെ എന്ന് പറയുന്നത് എന്താണ്? 1/എം പി എസ് ആണ്. 1/എം പി എസ്. അത് എങ്ങനെയാണ് കിട്ടുന്നത്? ദാ 1 മൈനസ് എം പി സി നമ്മൾ ചെയ്തില്ലേ? 1 മൈനസ് എം പി സി ഇസ് ഈക്വൽ ടു എം പി എസ്. അങ്ങനെയാണെങ്കിൽ 1/എം പി എസ് എന്ന് കിട്ടൂലേ? അത് എം പി എസിന്റെ റെസിപ്രോക്കൽ ആണ്. ഇതും എന്തിന്റെ ഇക്വേഷൻ ആണ്? മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, നോക്ക്. ദ സൈസ് ഓഫ് മൾട്ടിപ്ലയർ വേരീസ് ഡയറക്ട്ലി വിത്ത് എം പി സി ആൻഡ് ഇൻവേഴ്സ്ലി വിത്ത് എം പി എസ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ദ സൈസ് ഓഫ് മൾട്ടിപ്ലയറിന്റെ സൈസ് എന്ന് പറയുന്നത് വേരീസ് ഡയറക്ട്ലി വിത്ത് എം പി സി. എം പി സിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എം പി സിയുമായിട്ട് അത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അതേസമയം ഇൻവേഴ്സ്ലി വിത്ത് എം പി എസ്. എം പി എസുമായിട്ട് എന്ത് ബന്ധമാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. കാരണം എം പി എസ് കൂടുമ്പോൾ മൾട്ടിപ്ലയർ കുറയുകയാണ് ചെയ്യുന്നത്. എം പി എസ് കൂടുമ്പോൾ അതിന് കാരണം എന്താണ്? എം പി എസ് കൂടുമ്പോൾ എം പി സി എന്ത് ചെയ്യും? കുറയും. എം പി സി കുറയുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താണ്? മൾട്ടിപ്ലയറും കുറയും. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് എം പി എസും അതുപോലെ ഏതും തമ്മിൽ മൾട്ടിപ്ലയറും തമ്മിൽ വിപരീത ബന്ധം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നോക്ക്, ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. സിൻസ് ദ എം പി സി ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 1. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് മുൻ ക്ലാസ്സുകളിൽ. സിൻസ് ദ എം പി സി ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 1. എം പി സിയുടെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 1 അല്ലെ. 0ക്കും 1നും ഇടയിലാണ് എം പി സി എന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 0ക്കും 1നും ഇടയിലാണ് എം പി സിയുടെ വാല്യൂ ആയതിനാൽ ദ മൾട്ടിപ്ലയർ ഈസ് ആൾവേസ് ബിറ്റ്വീൻ 1 ആൻഡ് ഇൻഫിനിറ്റി. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എപ്പോഴും എന്തിനിടയിലായിരിക്കും? 1 ആൻഡ് ഇൻഫിനിറ്റി. 1നും ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. അപ്പോൾ എം പി സിയുടെ വാല്യൂ 0ക്കും 1നും ഇടയിലായതിനാൽ മൾട്ടിപ്ലയറിന്റെ വാല്യൂവും എന്തായിരിക്കും? 0ക്കും 1നും ഇടയിലല്ല, 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. 0ക്കും ഇൻഫിനിറ്റിക്ക്. നല്ലൊരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. സിൻസ് എം പി സി ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 1, മൾട്ടിപ്ലയർ ഈസ് ആൾവേസ് ബിറ്റ്വീൻ 1 ആൻഡ് ഇൻഫിനിറ്റി. അപ്പോൾ മൾട്ടിപ്ലയറിന്റെ വാല്യൂ എപ്പോഴും എന്തിനിടയിലായിരിക്കും? 1 ആൻഡ് ഇൻഫിനിറ്റി. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിന്റെ വാല്യൂ 1നും ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും, 1നും അനന്തതയ്ക്കും ഇടയിലായിരിക്കും. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൾട്ടിപ്ലയറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നോക്ക്, ഇഫ് ദ മൾട്ടിപ്ലയർ ഈസ് 1, മൾട്ടിപ്ലയറിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ഹോൾ ഇൻക്രിമെന്റ് ഇൻകം ഈസ് സേവ്ഡ്. മൾട്ടിപ്ലയറിന്റെ വാല്യൂ 1 കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? മൊത്തം ഇൻകം നമ്മൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു അല്ലേ. ആൻഡ് നത്തിങ് ഈസ് സ്പെൻഡ്. ഒന്നും എന്ത് ചെയ്യുന്നില്ല? സ്പെൻഡ് ചെയ്യുന്നില്ല, മൊത്തം സേവ്. അപ്പോൾ മൾട്ടിപ്ലയറിന്റെ വാല്യൂ എം പി സിയുടെ വാല്യൂ അല്ല, മൾട്ടിപ്ലയറിന്റെ വാല്യൂ 1 കിട്ടിയാൽ അതിന്റെ അർത്ഥം ഇറ്റ് മീൻസ് ദാറ്റ് ഹോൾ ഇൻക്രിമെന്റ് ഇൻകം ഈസ് സേവ്ഡ് ആൻഡ് നത്തിങ് ഈസ് സ്പെൻഡ്. ദാറ്റ് ബിക്കോസ് ദ എം പി സി 0. കാരണം എല്ലാം സേവ് ചെയ്താൽ എം പി സി എന്തായിരിക്കും? 0 ആണ്. എം പി എസ് എല്ലാം എം പി എസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ എം പി സി 0 ആണ്. എം പി സി 0 ആണെങ്കിൽ എങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ? കാരണം ഇവിടെ എന്താണ്? ഹോൾ ഇൻക്രിമെന്റ് ഓഫ് ഇൻകം ഈസ് സേവ്ഡ്. മൊത്തം സേവ് ചെയ്തു അല്ലേ, മൊത്തം എം പി എസിന് വേണ്ടി ഉപയോഗിച്ചു. എം പി എസ് ആണ്. അപ്പോൾ എം പി സി അവിടെ 0 ആണ്. അപ്പോൾ എന്ത് വരും? നമ്മുടെ എം പി സി 0 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? കെ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് സി അല്ലേ, ഇസ് ഈക്വൽ ടു 1/1 മൈനസ് 0 ഇസ് ഈക്വൽ ടു 1/1. മൾട്ടിപ്ലയർ എന്ത് വരും? 1 വരും. മൾട്ടിപ്ലയർ എന്താണ്ട്? 1 ആണ്. അപ്പോൾ ഇഫ് ദ മൾട്ടിപ്ലയർ ഈസ് 1, ഇറ്റ് മീൻസ് ദാറ്റ് ഹോൾ ഇൻക്രിമെന്റ് ഓഫ് ഇൻകം ഈസ് സേവ്ഡ് ആൻഡ് നത്തിങ് ഈസ് സ്പെൻഡ് ബിക്കോസ് ഓഫ് എം പി സി 0. അപ്പോൾ എം പി സി 0 ആണെങ്കിൽ മൾട്ടിപ്ലയറിന്റെ വാല്യൂ എന്താണ്? 1 ആണ് കിട്ടുക. കണ്ടോ, മൾട്ടിപ്ലയറിന്റെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 1 കിട്ടി. കാരണം എം പി സി ഇവിടെ 0 ആണ്.
അപ്പോൾ 1/1 - c ആണ്. അപ്പോൾ 1/1 എത്രയാണ്? 1 ആണ് കിട്ടിയത്. അപ്പോൾ അവിടെ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 1 ആണ്. അതിൻ്റെ അർത്ഥം അവിടെ എന്തില്ല, MPC 0 ആണ്. മൊത്തവും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? സേവിങ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ നമുക്ക് എത്ര കിട്ടി? 1 ആണ് കിട്ടിയത്. ഓക്കെ. ഇനി ഓൺ ദി അതർ ഹാൻഡ് ആൻ ഇൻഫിനിറ്റ് മൾട്ടിപ്ലയർ ഇംപ്ലൈസ്, കാരണം നമ്മൾ 0ക്കും അല്ലേ അതുപോലെ 1നും ഇൻഫിനിറ്റിക്കും ഇടയിലാണ് എന്തെന്ന് പറഞ്ഞു വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ എന്ന് പഠിച്ചു. അപ്പോൾ ആദ്യം 1ന്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 1 കിട്ടിയത് എങ്ങനെയാണ്? മൾട്ടിപ്ലയർ 1 കിട്ടിയാൽ അവിടെ എന്താണ്? MPC 0 ആയിരിക്കും. അപ്പോൾ MPC 0 ആയിരിക്കുമ്പോൾ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ 1 ആണ്. അവിടെ എന്ത് കാണില്ല? MPC കാണില്ല, MPS ആയിരിക്കും ഉണ്ടാവുക. ഇനി ഓൺ ദ അതർ ഹാൻഡ് ആൻ ഇൻഫിനിറ്റ് മൾട്ടിപ്ലയർ ഇംപ്ലൈസ് ദാറ്റ്, ഇൻഫിനിറ്റ് മൾട്ടിപ്ലയർ ആണെങ്കിൽ, മൾട്ടിപ്ലയറിന്റെ വാല്യൂ ഇൻഫിനിറ്റ് ആണെങ്കിൽ MPC is equal to 1. MPC എത്രയായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് ദ എൻറ്റയർ ഇൻക്രിമെന്റ് ഓഫ് ഇൻകം ഈസ് സ്പെൻഡ് ഓൺ കൺസംഷൻ. ഇൻകത്തിലുണ്ടാകുന്ന മൊത്തം ഇൻക്രിമെന്റും അല്ലെ ഇൻകത്തിലുണ്ടായ മൊത്തം വർധനവും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? കൺസംഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് കാണൂല? MPS കാണൂല, സേവിങ്സ് ഇല്ല. കിട്ടിയ ഇൻകം മൊത്തവും നമ്മൾ എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അവിടെ MPC ഉള്ളൂ, ഏതില്ല? MPS. അപ്പോൾ MPS 0 ആണ്. MPCയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. MPCയുടെ വാല്യൂ 1 ആണ്. കാരണം MPCയുടെ വാല്യൂ 1 ആണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൊത്തവും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇൻകത്തിലുണ്ടായ ചേഞ്ച് മൊത്തവും ഇൻക്രിമെന്റ് മൊത്തവും നമ്മൾ കൺസംഷന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലയറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. K is equal to 1/1 minus അവിടെ MPC equal to 1 എന്നല്ലേ പറഞ്ഞു? MPC is equal to 1. അപ്പോൾ 1 minus 1 വരൂലേ? സിയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 1/1 minus 1 0 ആണ്. 1/0 എന്താണ്? അൺഡിഫൈൻഡ് ആണ്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റും അല്ലേ? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കേസ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻഫിനിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. MPC 1 ആണ് എങ്കിൽ മൊത്തവും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തവും ഇൻകത്തിലുണ്ടായ ഇൻക്രിമെന്റ് മൊത്തവും കൺസംഷന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? മൾട്ടിപ്ലയർ ഇൻഫിനിറ്റി ആണ്, അൺഡിഫൈൻഡ് ആണ്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം 1/0 ആണ് വരുന്നത്. 1/0 കാരണം 1/1 - 1 അല്ലേ? 1/0 ആണ് വന്നത്. ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഓക്കെ, ഇൻഫിനിറ്റി ആയി മാറും. ഇതാണ് എന്ത്? മൾട്ടിപ്ലയറിൻ്റെ കേസ്, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൻ്റെ കേസ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി നമ്മൾ അസംഷൻസ് ഓഫ് മൾട്ടിപ്ലയർ. കെയ്ൻസ് എന്താണ് മൾട്ടിപ്ലയറിന് ചില അസംഷൻസ് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ ഇക്കണോമിക്സിലെ തിയറീസിന് എല്ലാം എന്തുണ്ട്? അസംഷൻസ് ഉണ്ട്. അവരുടേതായ കാരണം അവരുടേതായ കണ്ടീഷൻസ്, പിന്നെ തിയറീസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ബേസിക് ചില കണ്ടീഷൻസ് വയ്ക്കുന്നത്. അപ്പോൾ എന്താണ് അസംഷൻസ്? ഒന്ന് MPC ഈസ് കോൺസ്റ്റന്റ്. MPC എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. MPC കോൺസ്റ്റന്റ് ആയിരിക്കും. ഒന്ന് MPC കെയ്നീഷ്യൻ മൾട്ടിപ്ലയറിൽ MPC എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ഇൻകം. കൺസംഷൻ എന്തിന്റെ ഫംഗ്ഷൻ ആയിരിക്കും? കറണ്ട് ഇൻകത്തിന്റെ ഫംഗ്ഷൻ. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിലൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ഇൻകം. കെയ്ൻസ് പറയുകയാണ് കൺസംഷൻ എന്ന് പറയുന്നത് കറണ്ട് ഇൻകത്തിന്റെ അല്ലെങ്കിൽ പാസ്റ്റ് ഇൻകത്തിന്റെ ഒന്നും അല്ല, അതുപോലെ എക്സ്പെക്റ്റഡ് ഇൻകത്തിന്റെ ഒന്നും ഫംഗ്ഷൻ അല്ല കൺസംഷൻ. കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ഇൻകം. അടുത്ത, ദർ ഈസ് നോ ടൈം ലാഗ്സ് ഇൻ ദ മൾട്ടിപ്ലയർ പ്രോസസ്. മൾട്ടിപ്ലയർ പ്രോസസ്സിൽ എന്തില്ല? ടൈം ലാഗ് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കൂടിയാൽ അപ്പോൾ തന്നെ എന്ത് കൂടും? ഇൻകം കൂടും. ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇൻകം കുറയും. അതാണ് ദർ ഈസ് നോ ടൈം ലാഗ്സ് ഇൻ ദ മൾട്ടിപ്ലയർ പ്രോസസ്. മൾട്ടിപ്ലയർ പ്രോസസ്സിൽ എന്തില്ല? ടൈം ലാഗ് ഒന്നും ഇല്ല. ഓക്കെ, ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഇക്കോണമി. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഓപ്പറേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ക്ലോസ്ഡ് ഇക്കോണമിയിലാണെന്ന് അദ്ദേഹം അസ്യൂം ചെയ്യുന്നു. വെച്ചാൽ എക്സ്പോർട്ട് ടു ഇമ്പോർട്ട് ഒന്നും ഇല്ലാത്ത ഇക്കോണമിയാണ്. ദർ ഈസ് നോ ചേഞ്ചസ് ഇൻ പ്രൈസ്. എന്തില്ല? പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടായാൽ അത് കൺസംഷൻ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അസ്യൂം ചെയ്യുന്നു ദർ ഈസ് നോ ചേഞ്ചസ് ഇൻ പ്രൈസ്. ദ ആക്സിലേറ്ററി ഇഫക്റ്റ് ഓഫ് കൺസംഷൻ ഈസ് ഇഗ്നോർഡ്. ഇദ്ദേഹം ഇവിടെ എന്താണ്? ആക്സിലേറ്ററി ഇഫക്റ്റ് ഓൺ കൺസംഷൻ. കൺസംഷനിൽ ഉണ്ടാകുന്ന കാര്യം കൺസംഷൻ കൂടുമ്പോൾ എന്ത് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും, അത് അദ്ദേഹം ഇഗ്നോർ ചെയ്യുന്നു, അവഗണിക്കുന്നു. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. ആക്സിലേറ്ററി ഇഫക്റ്റിനെ കുറിച്ചൊന്നും അദ്ദേഹം എന്തിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ? മൾട്ടിപ്ലയർ ഇഫക്റ്റിനെ കുറിച്ച് മാത്രമേ ആര് പറയുന്നുള്ളൂ? കെയ്ൻസ് പറയുന്നുള്ളൂ. എന്തിനെക്കുറിച്ച്? ആക്സിലേറ്ററി ഇഫക്റ്റിനെ കുറിച്ച് ആര് പറയുന്നില്ല? കെയ്ൻസ് പറയുന്നില്ല. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, there is less than full employment level in the economy. അടുത്ത അസംഷൻ ആണ് there is less than full employment level in the economy. ഇക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് ലെവലൊന്നും ആയിരിക്കില്ല. there is less than full employment. ഇക്കോണമി എപ്പോഴും എവിടെയാണ്? ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റ് ഒക്കെ ഏതിനേക്കാൾ താഴെയായിരിക്കും? ഫുൾ എംപ്ലോയ്മെന്റിനേക്കാൾ താഴെയാണ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ആരുടെ കോൺസെപ്റ്റ് ആണ്? ക്ലാസിക്കൽസിന്റെ കോൺസെപ്റ്റ് ആണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കെയ്ൻസ് പറഞ്ഞ എന്താണ്?
അവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് താഴെ, അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇക്കോണമി ഒരിക്കലും ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിലല്ല, താഴെയാണെന്ന് വെച്ചാൽ അവിടെ എക്സസ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ, ഐഡിൽ കപ്പാസിറ്റി ഉണ്ട്, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ തിയറി പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് there is change in autonomous investment and induced investment അല്ലേ, there is change in autonomous investment and that induced investment is absent. അദ്ദേഹം പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്? there is change in autonomous investment. ഡെൽറ്റ ഐ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. that induced investment is absent. അവിടെ എന്തില്ല? ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, അത് ആബ്സെന്റ് ആണ്. അവിടെ എന്തിലുള്ള ചേഞ്ചിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന്റെ ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ആൻഡ് നോട്ട് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതിനാണ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിനാണ്. ഓക്കെ, ഇനി there is an industrialist economy in which multiplier process operates. ഇനി മൾട്ടിപ്ലയർ ഈ പ്രോസസ് ഓപ്പറേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഒരു അഗ്രേറിയൻ ഇക്കോണമിയിലല്ല, പിന്നെയോ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇക്കോണമിയിലാണ്, ഒരു വ്യാവസായിക സമ്പദ് വ്യവസ്ഥയിലാണ് എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന മൾട്ടിപ്ലയർ ശരിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തത് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ എന്താ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് അറിയാലോ, യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ കൺട്രീസ് ഒക്കെ എന്താണ്? പിന്നെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആണ്, ഇൻഡസ്ട്രിയലിസ്റ്റ് കൺട്രീസ് ആണ്. അവിടെയാണ് ക്ലിയർ ആയിട്ട് എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കെയ്ൻസ് പറയുന്നത് പോലെ കൃത്യമായിട്ട് എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന മൾട്ടിപ്ലയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ അസംഷൻസ് എന്ന് പറയുന്നത്. അസംഷൻസിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടി ഒന്ന് നോക്കി വച്ചേക്കണം, ചിലപ്പോൾ കയറി ചോദിച്ചെന്ന് വരാം. ബേസിക് കാര്യം കെയ്ൻസിൻ്റെയൊക്കെ അസംഷൻസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കെയ്ൻസ് ഒക്കെ പ്രധാനപ്പെട്ട ഒരു അല്ലേ ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആണ് ആര്യ കെയ്ൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസംഷൻസ് ഒന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വച്ചേക്കണം. ഇനി ലീക്കേജസ് ഓഫ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയറിലുണ്ടായ ലീക്കേജസ്, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിലെ ലീക്കേജസ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ, ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് എടുക്കാൻ പറ്റാതെ ഇൻകം ഡൈവേർട്ട് ചെയ്ത് മാറിപ്പോകുന്നു വെച്ചാൽ അത് ഇവിടെ പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ ഇൻകം. അപ്പോൾ ഫുൾ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്താൽ അതിനനുസരിച്ച് ഇൻകം കൂടും. പക്ഷേ ചില അവസരങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഇൻകം തികയാതെ വരുന്നു, ഇൻകം ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. അതാണ് ലീക്കേജസ് ഓഫ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ലീക്കേജസ് ഓഫ് മൾട്ടിപ്ലയർ ക്ലിയർ ആണല്ലോ. ഒന്ന് സേവിങ്, ഒന്നെന്താണ് സേവിങ്. സേവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവിങ്സ് കൂട്ടിയാൽ നമ്മൾ പഠിച്ചു MPC എന്ത് ചെയ്യും? കുറയും. MPC കുറഞ്ഞാൽ മൾട്ടിപ്ലയറും കുറയും. അപ്പോൾ അത് ലീക്കേജസ് ഓഫ് മൾട്ടിപ്ലയർ അല്ലേ സേവിങ്സ്. സ്ട്രോങ് ലിക്വിഡിറ്റി പ്രിഫറൻസ്, ശക്തമായ ലിക്വിഡിറ്റി പ്രിഫറൻസ്. ലിക്വിഡിറ്റി പ്രിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ലിക്വിഡ് ഫോമിൽ ആളുകൾ പണം കൈവശം വയ്ക്കുന്നു അല്ലേ, പണം ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു, കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അവരുടെ ഇൻകം എന്ത് ചെയ്യുന്നു? അവർ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചാലും കൺസംഷൻ നടക്കുന്നില്ല അല്ലേ. അപ്പോൾ എന്താണ് അത്? ലീക്കേജസ് ഓഫ് മൾട്ടിപ്ലയർ ആണ്. അടുത്ത പർച്ചേസ് ഓഫ് ഓൾഡ് സ്റ്റോക്സ് ആൻഡ് സെക്യൂരിറ്റീസ്. ഓൾഡ് സ്റ്റോക്സ് ആൻഡ് സെക്യൂരിറ്റീസ്, അവർ പൈസ എന്ത് ചെയ്യുന്നു? എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഓൾഡ് പഴയ സ്റ്റോക്സിലും സെക്യൂരിറ്റീസിലും ഒക്കെ അവരെന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പൈസ കാണില്ല അല്ലേ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കാണില്ല. കൺസംഷൻ MPC അവിടെ കുറയുമെന്നാണ് പറയുന്നത്. ഡെപ്റ്റ് ക്യാൻസലേഷൻ, ഡെപ്റ്റ് ക്യാൻസലേഷൻ അല്ലെ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ക്യാൻസലേഷൻ എന്ന് വെച്ചാൽ അവരുടെ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? മുമ്പ് അവർ അല്ലെ കടമൊക്കെ മേടിച്ചതാണ്, ആ പൈസ എന്ത് ചെയ്യുന്നു? അത് സോൾവ് ചെയ്യുന്നു. അപ്പോഴും കൺസംഷന് വേണ്ടി അവരുടെ MPC കുറയും അല്ലേ. കാര്യം അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് ഡെപ്റ്റ് അല്ലെ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റിന് വേണ്ടി പോകുന്നു. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പൈസ ഉണ്ടാവുമോ? ഇല്ല. പ്രൈസ് ഇൻഫ്ലേഷൻ, വിലക്കയറ്റം ഉണ്ടായാലും പ്രശ്നം. അതുകൊണ്ടാണ് പ്രൈസ് ഈസ് കോൺസ്റ്റന്റ് എന്ന് കെയ്ൻസ് അസ്യൂം ചെയ്ത്, ഓർമ്മയുണ്ടോ? പ്രൈസ് കോൺസ്റ്റന്റ് ആണെന്ന് കെയ്ൻസ് അസ്യൂം ചെയ്തതുകൊണ്ടാണ്. പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ടായാൽ, വിലക്കയറ്റം ഉണ്ടായാൽ അത് കൺസംഷനെ ബാധിക്കും, കൺസംഷൻ കുറയും അല്ലേ വിലക്കയറ്റം. അപ്പോൾ MPC കുറയും, മൾട്ടിപ്ലയർ കുറയും. അത് ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഇൻകത്തെയും ബാധിക്കും. ടാക്സേഷൻ, നികുതി അല്ലേ. നികുതി കൂട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ കൺസംഷൻ കുറയ്ക്കും. നികുതി ടാക്സ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കൺസംഷനെ കുറയ്ക്കും. അത് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയാൻ കാരണമാകും, അത് ഇൻകം കുറയാൻ കാരണമാകും. ടാക്സേഷൻ ഒരു ലീക്കേജ് ആണ്. അടുത്ത എക്സിസ്റ്റിംഗ് എക്സസ് സ്റ്റോക്ക് ഓഫ് കൺസംഷൻ ഗുഡ്സ്. എക്സിസ്റ്റിംഗ് എക്സസ് സ്റ്റോക്ക് ഓഫ് കൺസംഷൻ ഗുഡ്സ്, അതായത് കൺസംഷൻ ഗുഡ്സിൻ്റെ എക്സസ് സ്റ്റോക്ക് ഉണ്ട് കമ്പനികളിൽ. ആ കൺസംഷൻ ഗുഡ്സിൻ്റെ എക്സസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്താണ്? ഒന്നുകിൽ അവർ ആ എക്സസ് സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? അവർ പ്രൊഡക്ഷൻ തൽക്കാലത്തേക്ക് അവർ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അവിടെ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, അതുവഴി ഇൻകം ഉണ്ടാകത്തില്ല. അതാണ് എക്സസ് സ്റ്റോക്ക് ഉണ്ടായുള്ള പ്രശ്നം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീക്കേജസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇമ്പോർട്ട് കൂടിയുണ്ട്. ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ലീക്കേജ് ആണ്. ഇമ്പോർട്ട്
ഇമ്പോർട്ട്സ്. ഇറക്കുമതി എന്ന് ക്ലോസ്ഡ് ഇക്കോണമിയെ കുറിച്ചാണ് കെയ്ൻസ് പറയുന്നതെങ്കിലും അവിടെ എന്താണ് ആ ഇമ്പോർട്ട് അല്ലേ? ഇമ്പോർട്ട്, നമ്മൾ ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻകം എങ്ങോട്ട് പോകും? റെസ്റ്റ് ഓഫ് ദ വേൾഡിലേക്ക് പോകും. അപ്പോൾ ഇൻകം എന്താണ് ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ട് പോകും. കാരണം നമ്മുടെ ഇക്കോണമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവുമോ? ഇല്ല. നമ്മുടെ സാധനങ്ങളാണ് മേടിക്കുന്നതെങ്കിൽ ആ പൈസ എന്താണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും. പക്ഷേ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആർക്കാണ്? വിദേശ രാജ്യത്തിനാണ് നല്ലത്. അപ്പോൾ ഇമ്പോർട്ട്സും എന്താണ്? ഒരു ലീക്കേജ് ആണ്. ഇറക്കുമതിയും ഒരു ലീക്കേജ് ആണ്. അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം ക്ലോസ്ഡ് ഇക്കോണമിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇമ്പോർട്ട് ഉണ്ടായാൽ എന്താണ്? എക്സ്പോർട്ടീവ് ഓപ്പൺ ഇക്കോണമി ആണെങ്കിൽ അവിടെ ഇമ്പോർട്ട് ഉണ്ടാകും, അതൊരു ലീക്കേജ് ആകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ലീക്കേജസ് ഓഫ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. നോക്ക്, കെയ്നീഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ്. കെയ്ൻസ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഈസ് സിമ്പിൾ ആൻഡ് സ്റ്റാറ്റിക്. കെയ്ൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്താണ്? സിമ്പിൾ ആണ്, അതുപോലെ സ്റ്റാറ്റിക് ആണ്. എന്ന് വെച്ചാൽ ഡൈനാമിക് അല്ല, ഒരു സ്ഥിര ആശയമാണ്. ഇൻ വിച്ച് ഇൻകം ഡിപ്പെൻഡ്സ് അപ്പോൺ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഇൻകം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? കൺസംഷനെയും ഇൻവെസ്റ്റ്മെന്റിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ ഡെൽറ്റ ആയി ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല കൺസംഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണമെങ്കിൽ കൺസംഷൻ വേണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കെയ്നീഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിൽ ഇൻകം ഡിപ്പെൻഡ്സ് ഓൺ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് ഈസ് കാൾഡ് എ 2 sector മോഡൽ. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? 2 sector മോഡൽ. അപ്പോൾ കെയ്ൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഓപ്പറേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഒരു 2 sector മോഡൽ ഇക്കോണമിയിലാണ്. എന്ന് പറഞ്ഞാൽ കൺസംഷനും ഇൻവെസ്റ്റ്മെന്റിനുമാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഹൗസ് ഹോൾഡ്സിനും ഫേംസിനുമാണ്. ഹൗസ് ഹോൾഡ്സും ഫേംസുമാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് കെയ്ൻസ് പറയുന്നത് അല്ലേ? കാര്യം ഹൗസ് ഹോൾഡ്സ് ആണ് കൺസംഷൻ നടത്തുന്നത്. കൺസംഷൻ ഉണ്ടായാൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഫേംസ് ആണ്. അപ്പോൾ ആ ഹൗസ് ഹോൾഡ്സും ഫേംസും, അങ്ങനെ ആ ഹൗസ് ഹോൾഡ്സ് ഫേംസ് എന്ന് പറയുന്ന 2 സെക്ടേഴ്സ് ആണ് എന്തിനെ കൂടുതലും ഏറ്റവും കൂടുതൽ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇൻകത്തെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് എ 2 sector മോഡൽ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? കെയ്നീഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ 2 sector മോഡലാണ്, അല്ലെങ്കിൽ 2 sector മോഡലിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഇതാണ് മൾട്ടിപ്ലയറിനെ കുറിച്ച്, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിനെ കുറിച്ച് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ പഠിച്ചു, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ക്ലിയർ അല്ലേ? ആൻഡ് ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച്. ഇനി മറ്റ് കുറച്ച് മൾട്ടിപ്ലയേഴ്സ് കൂടിയുണ്ട്. അതായത് മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ചില ഫാക്ടേഴ്സ് കൂടി ഉണ്ട്. അപ്പോൾ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഒക്കെ പറഞ്ഞു. അവിടെ എന്താണ്? മൾട്ടിപ്പിൾ ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? ഒരു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായാൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇൻകം വർദ്ധിക്കും. അതുപോലെ മറ്റു ചില ഫാക്ടേഴ്സിനും ഇൻകത്തിൽ മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. എന്താണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് എ ചേഞ്ച് ഇൻ ഇൻകം. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് ദ ചേഞ്ച് ഇൻ ഇൻകം. ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. ഡ്യൂ ടു ചേഞ്ച് ഇൻ ഓട്ടോണമസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഒന്നുമില്ല, ഗവൺമെന്റിന്റെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യും? ഇൻകം ചേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. കാരണം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പബ്ലിക് വർക്ക്സിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്, അത് ഫിക്സഡ് ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻകവും ചേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ക്ലിയർ അല്ലേ? ഇക്വേഷൻ നോക്ക്. കെ ജി എന്താണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ജി റെപ്രസെന്റ്സ് ഗവൺമെന്റ്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി. ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ജി. ഡെൽറ്റ വൈ എന്താണ്? ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലേ? ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഓർ kg is equal to ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ is equal to 1/1 minus c. അവിടെയും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിന്റെ അതേ ഇക്വേഷൻ, അതായത് ഏത് ഉപയോഗിക്കാൻ പറ്റും? MPC യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ഉപയോഗിച്ച ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിൽ ഉപയോഗിച്ച MPC തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1/1 minus c. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ 1/1 minus c. അവിടെയും മൾട്ടിപ്ലയറിനെ എന്ത് സ്വാധീനിക്കുന്നുണ്ട്? MPC സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനെയും എന്ത് സ്വാധീനിക്കുന്നുണ്ട്? MPC സ്വാധീനിക്കുന്നുണ്ട്. കാരണം
ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായാൽ, ഗവൺമെന്റ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായാൽ അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, ഇൻകം കൂടും, കൺസംഷൻ കൂടും. അതുവഴി വീണ്ടും എന്ത് കൂടും? ഇൻകം കൂടും. അതുകൊണ്ട് MPCക്ക് അവിടെ സ്വാധീനമില്ലേ? അതുകൊണ്ടാണ് ഇവിടെയും നമ്മൾ 1/1 - C എന്ന് കൊടുത്തത്. മനസ്സിലായല്ലോ? തിരിഞ്ഞു പോകരുത്. അവിടെയും 1/1 - C തന്നെയാണ്, ഇവിടെയും അതേ തന്നെയാണ്. ഇവിടെ C എന്താണ്? MPC തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ KG is equal to 1/1 - C എന്നും പറയാം. കാരണം ഇവിടെയും MPCക്ക് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ പോലെ ഇവിടെയും MPCക്ക് എന്തുണ്ട്? ഇൻകം ജനറേഷനിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് ടാക്സ് മൾട്ടിപ്ലയർ. മറ്റൊരു മൾട്ടിപ്ലയർ ആണ് ടാക്സ് മൾട്ടിപ്ലയർ. അത് ചേഞ്ചസ് ഇൻ ടാക്സ് ലീഡ്സ് ടു ചേഞ്ചസ് ഇൻ ഇൻകം. ടാക്സിലുണ്ടാകുന്ന ചേഞ്ചസ്, കാരണം ഗവൺമെന്റ് ഇടയ്ക്ക് ടാക്സ് കൂട്ടാറുണ്ട്, കുറയ്ക്കാറുണ്ട്. അതെന്തിനെ അഫക്റ്റ് ചെയ്യും? ഇൻകത്തെ അഫക്റ്റ് ചെയ്യും. അതാണ് ടാക്സ് മൾട്ടിപ്ലയർ, KT എന്ന് പറയും. നോക്ക്, ഇറ്റ് ഈസ് എ റേഷ്യോ ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ റേഷ്യോ ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ടാക്സ് മൾട്ടിപ്ലയർ. അപ്പോൾ ടാക്സ് എന്ന് വെച്ചാൽ ഇവിടെ ലംസം ടാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ടാക്സ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ലംസം ടാക്സ്. രണ്ട് തരം ടാക്സ് ഉണ്ട്, ലംസം ടാക്സും പ്രൊപ്പോർഷണൽ ടാക്സും ഉണ്ട്. ലംസം ടാക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫിക്സഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ്. പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് വെച്ചാൽ ഇൻകത്തിനനുസരിച്ച് നമ്മുടെ വെൽത്തിനനുസരിച്ച് ചേഞ്ചസ് വരുന്ന ടാക്സ് ആണ് ഇത് പ്രൊപ്പോർഷണൽ ടാക്സ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ലംസം ടാക്സ് ഫിക്സഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും തമ്മിലുള്ള റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ടാക്സ് മൾട്ടിപ്ലയർ, അല്ലെങ്കിൽ ടാക്സ് മൾട്ടിപ്ലയർ KT എന്ന് പറയും. നോക്ക്, ഇക്വേഷൻ നോക്ക്. KT is equal to Δy/Δt. ന്യൂമറേറ്ററിൽ എപ്പോഴും എന്തുണ്ട്? Δy ഉണ്ട് അല്ലേ? കാരണം ഇൻകത്തിലുള്ള ചേഞ്ചാണ് ഇവിടെ എല്ലായിടത്തും പറയുന്നത്. പക്ഷേ ഡിനോമിനേറ്ററിൽ മാത്രമാണ് ചേഞ്ച്. ആ കാര്യം അവിടുത്തെ എന്തിനാണ് ചേഞ്ച് ഇൻ ഇൻകം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്, ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്. അപ്പോൾ KT is equal to Δy/Δt. Δy എന്താണ്? ചേഞ്ച് ഇൻ ഇൻകം, Δt ചേഞ്ച് ഇൻ ടാക്സ് പേയ്മെന്റ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, KT is equal to -C/1 - C, -C/1 - C. ശ്രദ്ധിക്കുക, നല്ലൊരു ഇക്വേഷൻ ആണ്. KT is equal to ചോദിക്കാൻ കൊള്ളാവുന്നതാണ്, -C/1 - C. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലയറിന്റെ കാര്യം ഇവിടെയും MPCക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം -C/1 - C എന്ന് കൊടുക്കാൻ കാരണം എന്താണ്? മൈനസ് കൊടുക്കാൻ കാരണം എന്തായിരിക്കും? ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ത് ചെയ്യും? കുറയും. ഡിസ്പോസിബിൾ ഇൻകം കുറയുമ്പോൾ നമ്മുടെ അത് എന്തിനെ ബാധിക്കും? അത് കൺസംഷനെ ബാധിക്കും. അതുകൊണ്ടാണ് മൈനസ്. കൺസംഷൻ അവിടെ കുറയുകയല്ലേ? MPC കുറയുകയാണ് ചെയ്യുന്നത്. ഇൻകം കുറയുന്നതിന്റെ ഫലമായിട്ട് MPC കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ KT is equal to -C/1. ഇവിടെയും MPCയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ MPC കുറയുകയാണ്. ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ MPC കുറയും. അതുകൊണ്ടാണ് -C കൊടുത്തത്. അപ്പോൾ -C/1 - C. ഇവിടെയും C എന്താണ്? MPC ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ പഠിച്ചു, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, അതുപോലെ ടാക്സ് മൾട്ടിപ്ലയർ. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു പുതിയ കോൺസെപ്റ്റ് ആണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ യൂണിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയും. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ എന്ത് പറയൂടെ? യൂണിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയും. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സം ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. It is a sum of government expenditure multiplier and tax multiplier. It is a sum of government expenditure multiplier and tax multiplier. In the balanced budget multiplier, the tax multiplier is smaller than the government expenditure multiplier. എന്താണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ടാക്സ് മൾട്ടിപ്ലയറും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അവയുടെ സമ്മാണ് എന്ത്? ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ സം ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആൻഡ് ടാക്സ് മൾട്ടിപ്ലയർ. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നത്, ഇൻ ദ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ദ ടാക്സ് മൾട്ടിപ്ലയർ ഈസ് സ്മോളർ ദാൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയറിൽ ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനേക്കാൾ കുറവായിരിക്കും. ടാക്സ് മൾട്ടിപ്ലയറിന്റെ വാല്യൂ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനേക്കാൾ കുറവായിരിക്കും. കാരണം ടാക്സിന് അത്രത്തോളം ഇൻകത്തെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാക്കത്തില്ല. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനേക്കാൾ അതിന്റെ വാല്യൂ എന്ത് കുറവായിരിക്കും? ടാക്സ് മൾട്ടിപ്ലയറിന്റെ വാല്യൂ കുറവായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇത് BBM ഇതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. BB എന്താണ്? ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. നമ്മൾ പറഞ്ഞു it is the sum of government expenditure multiplier and tax multiplier. Government expenditure multiplier നമ്മൾ നോട്ട് ചെയ്ത് എങ്ങനെയാണ്? it is a ratio of change in income to change in government expenditure. അപ്പോൾ Δy/Δg. സംശയമില്ലല്ലോ.
അടുത്ത ടാക്സ് മൾട്ടിപ്ലയർ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഓക്കെ ആണല്ലോ. അപ്പോൾ BBM ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി പ്ലസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? നോക്ക് 1/1 മൈനസ് സി പ്ലസ് മൈനസ് സി ബൈ 1 മൈനസ് സി എങ്ങനെ കിട്ടും നമുക്ക്? 1/1 മൈനസ് സി പ്ലസ് മൈനസ് സി ബൈ 1 മൈനസ് സി. കാരണം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി നമുക്ക് എങ്ങനെ എഴുതാം? 1/1 മൈനസ് സി എന്ന് കൊടുത്തൂടെ? നമ്മൾ MPC വെച്ചിട്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതുപോലെ ടാക്സ് മൾട്ടിപ്ലയർ മൈനസ് സി ബൈ 1 മൈനസ് സി രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 1 മൈനസ് സി ബൈ 1 മൈനസ് സി എന്ന് കിട്ടും ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സം ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആൻഡ് ടാക്സ് മൾട്ടിപ്ലയർ ഈസ് 1. അതിന്റെ വാല്യൂ എന്താണ്? 1. ഇപ്പോൾ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയറിന്റെ വാല്യൂ എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ്. അത് 1 കിട്ടി എങ്ങനെയാണ്? 1/1 മൈനസ് സി പ്ലസ് മൈനസ് സി ബൈ 1 മൈനസ് സി. ഇവിടെ നോക്ക് 1 മൈനസ് സി, ഇവിടെ ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് 1 മൈനസ് സി എടുത്തു. അപ്പോൾ 1 മൈനസ് സി ബൈ 1 മൈനസ് സി ഈസ് ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി മറ്റൊരു മൾട്ടിപ്ലയറിലേക്ക് പോവുകയാണ്. ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ KF എന്ന് ഡിനോട്ട് ചെയ്യും. ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ എക്സ്പോർട്ട്. അപ്പോൾ ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ എന്താണ്? അവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ടും വരുമല്ലോ. ഇറ്റ് ഈസ് റേഷ്യോ ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ എക്സ്പോർട്ട്. അതായത് നമ്മുടെ എക്സ്പോർട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻകം ചേഞ്ച് ചെയ്യും. കാരണം ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് കിട്ടത്തില്ല. എക്സ്പോർട്ട് കൂടുമ്പോൾ അനുസരിച്ച് ഫോറിൻ ഇൻകം കിട്ടും, ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ എക്സ്പോർട്ട്. എക്സ്പോർട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. ക്ലിയർ അല്ലേ? KF is equal to foreign trade multiplier is equal to delta y divided by delta x. Delta y അറിയാലോ ചേഞ്ച് ഇൻ ഇൻകം, ഡെൽറ്റ എക്സ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ എക്സ്പോർട്ട്. ചേഞ്ച് ഇൻ എക്സ്പോർട്ട്. ഓർ KF is equal to 1/MPS plus MPM. ഇവിടെ നമ്മൾ MPC അല്ല കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. KF is equal to 1 divided by MPS plus MPM. MPS എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് പ്ലസ്, അല്ലെങ്കിൽ നമുക്ക് 1 മൈനസ് സി എന്ന് പറയാം. 1 മൈനസ് സി എന്ന് പറയാം അല്ലെ? MPS എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് സി ആണ്. അപ്പോൾ 1/MPS പ്ലസ് MPM. മാർജിനൽ MPM എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് ആണ് എന്ത്? MPM എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ ഇസ് ഈക്വൽ ടു 1/1 MPS പ്ലസ് MPM. MPS പ്ലസ് MPM. MPM എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇമ്പോർട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇമ്പോർട്ട് ടു ചേഞ്ച് ഇൻ ഇൻകം. ഇമ്പോർട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? MPM. ആ MPM-ഉം MPS-ഉം കൂടെ ആഡ് ചെയ്തിട്ട് 1നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ കിട്ടും. ഇക്വേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിച്ചു വച്ചിരിക്കുക. ഓക്കെ.